ജാനു എന്ന് പറയുന്ന ആ പേഴ്സണ അതെന്തിനാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? കേരളത്തിലെ നമ്മുടെ നാട്ടിലെ ഏറ്റവും അടിസ്ഥാന വർഗത്തെ, ഏറ്റവും പീഡിതരായ ജനവിഭാഗത്തെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തക. അവർ ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ളത് അതൊരു വലിയൊരു എന്താ പറയുക, ഒരു കൾച്ചറൽ അസറ്റാണ്, ഒരു പൊളിറ്റിക്കൽ അസറ്റ് എന്നുള്ളത്. അതിൻ്റെ പൊളിറ്റിക്കൽ വാല്യൂ ആണ്. അതിൻ്റെ പൊളിറ്റിക്കൽ സ്ട്രെങ്ത്തിനേക്കാൾ അതിൻ്റെ പൊളിറ്റിക്കൽ വാല്യൂ ആണ് പ്രധാനമായിട്ടുള്ളത്. ഏറ്റവും ദുർബലരായ ജനവിഭാഗത്തെ പ്രതിനിധാനം ചെയ്യുന്ന അടിത്തട്ടിൽ എന്ന് പറഞ്ഞാൽ അതിലപ്പുറം പറയാനില്ല. ജാനു കേരളത്തിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന കാലത്ത് ഞാൻ അവരുടെ വീട്ടിൽ പോയിട്ടുണ്ട്. അവരുടെ വീട്ടിൽ പോയിട്ടുണ്ടെന്ന് പറയുമ്പോൾ അതൊരു വാക്ക് മാത്രമാണ്. പക്ഷേ ആ വീട്ടിലെത്തുക എന്ന് പറയുന്നുണ്ടല്ലോ, മണിക്കൂറുകളോളം നമ്മൾ ഈ കാട്ടുപാതയിലൂടെ നടന്നിട്ട് വേണം അവരുടെ വീട്ടിലെത്താൻ. ആ തിരുനെല്ലി മലയുടെ മുകൾ, തിരുനെല്ലി മാനന്തവാടി കഴിഞ്ഞിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ അത്രയും വിദൂരമായ അവികസിതമായ ഒരു സ്ഥലത്ത് നിന്ന് ഒരു ചെറുപ്പക്കാർ എഴുന്നേറ്റ് വന്നു. അവർ കേരള രാഷ്ട്രീയത്തിൻ്റെ സെൻട്രൽ സ്റ്റേജിൽ വന്നു നിന്നു, സംസാരിക്കുന്നു, ഭരണകൂടത്തോട് എൻഗേജ് ചെയ്യുന്നു, ഭരണകൂടത്തോട് ഏറ്റുമുട്ടുന്നു, ഭരണകൂടത്തോട് അവരോട് സംസാരിക്കേണ്ടി വരുന്നു എന്നുള്ള നിലയിലേക്ക്. അതെന്ന് വെച്ചാൽ ഒരു പൊളിറ്റിക്കൽ ജീനിയസാണ് അവർ. ആ നിലക്ക് സ്വയം വളർന്നു വന്ന ഒരു അസാധാരണ പ്രതിഭയാണ് അവർ. ആ പ്രതിഭയെ ആദരിക്കേണ്ട വിധം കേരളം ആദരിച്ചിട്ടുണ്ടോ, സല്യൂട്ട് ചെയ്തിട്ടുണ്ടോ വെച്ചാൽ ഇല്ല എന്ന് ഞാൻ പറയാം. അപ്പോൾ അതൊരു ജാനു എന്ന് പറയുന്നത് ഒരു വാല്യൂ ഉള്ള ഒരു പേരാണ്. രാഷ്ട്രീയമായ വാല്യൂ ഉള്ള, നൈതികമായ വാല്യൂ ഉള്ള പേരാണ്. അവർ എൻ ഡി എയുടെ ഭാഗമായി നിശ്ചയം അതൊരു എന്താണ് പൊളിറ്റിക്കൽ ബ്ലണ്ടറായിരുന്നു. അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ഞങ്ങളെപ്പോലുള്ള അധസ്ഥിത സമൂഹങ്ങളുടെ പ്രതിനിധാനം ഞങ്ങൾക്ക് നിലനിൽക്കാൻ ഞങ്ങൾക്ക് ഇതല്ലാതെ വഴികളില്ല എന്നൊരു പ്രശ്നം കൂടെ അവർക്കുണ്ട്. അവരുടെ ഒരു രാഷ്ട്രീയമായ സർവൈവലിൻ്റെ ഭാഗം കൂടിയായിട്ട് ആയിരിക്കാം ഒരു പക്ഷേ അങ്ങോട്ട് പോയല്ലോ. അപ്പോൾ ജാനുവിനെതിരെ ചില ബുദ്ധിജീവികൾ വന്നിട്ട് ഭയങ്കരമായിട്ട് ഇപ്പോൾ ഫേസ്ബുക്കിലൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ എന്താണ് തങ്ങളുടെ കൂട്ടത്തിലുള്ള ആളെ കൊന്നവരുടെ കൂടെ ചേരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ ഈ പ്യൂരിറ്റാനിസമാണ്, രാഷ്ട്രീയ ശുദ്ധിവാദമാണ്. അതിലൊന്നും പ്രത്യേകിച്ച് പ്രസക്തിയൊന്നുമില്ല. പിന്നെ ഈ പറയുന്ന വിഷ്ണുപുരം ചന്ദ്രശേഖർ, അദ്ദേഹത്തിന് ആ ഒരു ഏരിയയിൽ നാടാർ മേഖലകളിൽ സ്വാധീനമുള്ള ആളാണ്. പക്ഷേ ഞാനില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സതീശൻ ഇഞ്ചി കടിച്ച ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് സതീശൻ പറയുന്നത് പലവട്ടം ആവശ്യപ്പെട്ടു, ഓഫീസിൽ വന്നതിന് ആവശ്യപ്പെട്ടു. പക്ഷേ സതീശനകയിൽ രേഖയില്ല, ഔദ്യോഗികമായിട്ട് കത്ത് കൊടുത്തിട്ടില്ല. പക്ഷെ അത് അവിടെ ഉണ്ടാക്കിയ, ഞാൻ അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത് അസോസിയേറ്റ് മെമ്പർ ആക്കിയത് കൊണ്ടാണ് അദ്ദേഹം തിരിച്ചു പോയതാണ്. ഒരു ഘടകകക്ഷിയായിരുന്നു അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ ചുരുങ്ങുന്ന എൻ ഡി എ ക്യാമ്പിൽ ഒരു അവിശ്വാസം ഉണ്ടാക്കുന്നതിനെങ്കിലും അത് കാരണമായിട്ടുണ്ട്. സതീശൻ ഒന്ന് പ്ലിങ്ങായെങ്കിലും അപ്പുറത്തെ ക്യാമ്പിൽ എന്തായിട്ടുണ്ട്, അവിശ്വാസം സൃഷ്ടിക്കുന്നതിൽ ആ ഒരു നീക്കം കാരണമായിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഏതൊരു മുന്നണിയാണെങ്കിലും, അത് LDF ആകട്ടെ UDF ആകട്ടെ, ഈ നിലയിലുള്ള പിന്നെ വ്യത്യസ്ത ട്രെൻഡുകളെ, സോഷ്യൽ ട്രെൻഡുകളെ, പൊളിറ്റിക്കൽ ട്രെൻഡുകളെ സമാഹരിക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ പറയുന്ന ശുദ്ധിവാദവും ശുദ്ധി സർട്ടിഫിക്കറ്റും നോക്കുക, അത് അത്ര ശരിയായ രാഷ്ട്രീയം എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അപ്പോഴും ഞാൻ മനസ്സിലാക്കേണ്ട കാര്യം, എൻ ഡി എയിലുള്ള ഒരാൾക്ക്, എൻ ഡി എയിൽ ഉണ്ടായിരുന്ന ഒരാൾക്ക് എളുപ്പം UDFൽ വരാൻ പറ്റുന്നുണ്ട്, എൻ ഡി എയിൽ ഉണ്ടായിരുന്ന ആളുകൾ LDFലും വരാൻ പറ്റുന്നുണ്ട്. പിന്നെ അത് സാധ്യമല്ലാത്ത ഒരു കൂട്ടർ, അതും കൂടി പറഞ്ഞ് അവസാനിക്കും, അത് സാധ്യമല്ലാത്ത ഇന്ത്യയിൽ ഒരേ ഒരു കൂട്ടർ എന്ന് പറഞ്ഞാൽ മുസ്ലിം പശ്ചാത്തലമുള്ള രാഷ്ട്രീയ പാർട്ടികൾ മാത്രമായിരിക്കും. അപ്പോൾ INL LDFൽ കയറിക്കൊണ്ട് 25 വർഷം കോലായിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ട്. ഇന്ത്യ മുന്നണി എല്ലാ തരത്തിലുള്ള ആളുകളെയും ചേർത്തുകൊണ്ട് ഇന്ത്യ മുന്നണി ഉണ്ടാക്കുമ്പോൾ ശിവസേന വരെ അതിൻ്റെ ഭാഗമാണ്. പക്ഷേ MIMനെ അതിലെടുക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. അത് ഇന്ത്യയിൽ സവിശേഷമായ ഒരു എന്താണ് ശുദ്ധി സർട്ടിഫിക്കറ്റ്, ഗുഡ് സർട്ടിഫിക്കേഷൻ പ്രോസസ്സിലൂടെ കടന്നു പോകേണ്ട സാഹചര്യം ഈ മുസ്ലിം പശ്ചാത്തലമുള്ള പാർട്ടികൾക്കുണ്ട്. അപ്പോൾ ഈ പറയുന്ന പ്രിവിലേജുകളൊന്നും അത്തരം പാർട്ടികൾക്ക് ഉണ്ടാവില്ല എന്ന വസ്തുതയും അവിടെയുണ്ട്.